അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള് പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. ഈ ദിവസങ്ങളൊക്കെ പഴങ്കഥകൾ പറയുകയാണ്. ഇത് 88 ഒരു പള്ളിയിലിരിക്കുകയാണ്. ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ ആ പള്ളി ഇരിക്കുമ്പോൾ ഞാനത് അന്ന് കുറച്ച് അവശനാണ്. എന്ന് വെച്ചാൽ ഇന്ന് അവശനല്ലെന്നൊന്നും പറയണില്ല, ഇന്ന് ഇത്തിരി അഭിഷേകമുണ്ട് അവശനാണെങ്കിൽ. അപ്പോൾ അന്നെന്ന് പറയണത് അത്രയും അഭിഷേകമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് വർക്കിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കന്യാസ്ത്രീയുണ്ട്, അടുപ്പമുള്ള. വെച്ചാൽ അവർ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ആയതാണ്.
അപ്പം റെസ്റ്റ് വിശ്രമ ജീവിതമാണ്. അപ്പം എന്നോട് പറയും, എൻ്റെ കൊച്ചച്ച എന്നാ കോലമാണിത്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച 2 കുർബാന, പിന്നെ കാറ്റഗിസം, പിന്നെ കുറേ സംഘടനാ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് ഞാനൊരു 12:30 ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതി തളർന്നു പോകും. അപ്പോൾ എന്നോട് പറയും, ഊണ് കഴിക്കണം. ഞാൻ മഠത്തിൽ ചെന്ന്, അപ്പോൾ മഠത്തിൽ ചെല്ലുമ്പോൾ ആ കന്യാസ്ത്രീ എനിക്കൊരു സൂപ്പ് തരും, പ്രത്യേകം ഉണ്ടാക്കിയ നല്ല സൂപ്പാണ്, കുറച്ച് ബലം കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ കന്യാസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ ഇരുന്നുകൊണ്ട് ഈ ഇല തിന്നുകയാണ്. ഒരു ചെടിയുടെ ഇല തിന്നുക. അപ്പം അവർ പോർട്ടിക്കോയിൽ വരാന്തയിൽ കസേര വരച്ചിട്ട് ഈ അതിൻ്റെ മുകളിൽ വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അമ്മേന്നാണ് ഇല പിറക്കി തിന്നണത്. അപ്പം ഞാൻ ചോദിച്ച, അമ്മ ഇത് എന്നാ ഇലയാണ് ഇത്? അപ്പം എന്നോട് ചക്രകൊല്ലി ഇലയാണ് അച്ഛാ ഇത്. എന്തിനാണ്? എനിക്കിത്ര ലേശം ഷുഗറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചക്രകൊല്ലി ഇല തിന്നുകയാണ്. അത് ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനെ ഷുഗറുകാർക്ക് ചക്രകൊല്ലി ഇലയൊക്കെ തിന്നാ. പഴയ തലമുറ അങ്ങനെ കഴിച്ചിരുന്നു, ഇപ്പം കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഷുഗറുകാർക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പം ഈ മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഏതോ ഒരു മാസികയിൽ മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പം പലയിടത്തും ഞാൻ കണ്ട് മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ഷുഗർകാർ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, നല്ലതായിരിക്കും. അപ്പോൾ അത് കാലം മാറിയപ്പോൾ ഒരു ഐറ്റം വന്നതാണ്. വേറെ റിസോർട്ട് ഈ കന്യാസ്ത്രീയുടെ അടുത്ത് ഞാൻ വേറെ ദിവസം ചെല്ലുമ്പോഴല്ലോ, അന്നൊരു അടിയുന്നത് ഏതോ കന്യാസ്ത്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. അപ്പം ഈ അമ്മ ഹലുവായും ലഡുവും തിന്നണം. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം ഒരാൾ തന്നെ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ 2 സമയത്ത് ചെയ്യുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. നല്ല പ്രായമുള്ള കന്യാസ്ത്രീയല്ലേ, എന്നോട് വേണ്ട വലിയ ഇഷ്ടമാണ്. മക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇത് ഒരു രസത്തിന് ഇൻഫർമേറ്റീവാണ്. ഇൻഫർമേറ്റീവ് അല്ല, ഇതിലൊരു വചനമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാപവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്രവല്ലി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിൻ്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പം അതിൻ്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് തന്നെ മറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. അബോർഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റും? അതിനെ മല്ലമായ വസ്ത്രങ്ങൾ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം. എൻ്റെ പേര് അമീഷ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് നടത്തിയ ഏറ്റവും വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് യൂറോപ്യൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് നാട്ടിൽ ജോലിക്കായിട്ട് പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. സാലറിയുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇൻക്രിമെൻറ്റ് തരാം പല മാസങ്ങളും അവർ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകെ ഒരു മെയ് 2022 മെയ് 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റായിട്ടൊന്നും എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോയാലും കറക്റ്റായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കുമ്പസാരിക്കാനോ അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞു. പുതുക്കേണ്ട സമയം വന്നു. ഞാനിവിടെ വന്ന് പുതുക്കി. ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ വെക്കേഷന് വന്നതായിരുന്നു. വെക്കേഷന് വന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിവിടെ അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു, പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. ഓഗസ്റ്റിലായിരുന്നു പുതുക്കാൻ വേണ്ടി വന്നത്. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു. അതൊരു
ബാഗിനകത്ത് നിന്ന് ഒരു കള്ളൻ എടുത്തിട്ട് പോയതായിരുന്നു. 1-ാം തീയതി ആയിരുന്നു, സെപ്റ്റംബർ 1-ാം തീയതി ആയിരുന്നു മൊബൈൽ നഷ്ടപ്പെട്ടത്. 5-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. മൊബൈൽ പോയതിന് ശേഷം നമ്മുടെ എയർ ടിക്കറ്റ്, പിന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ മൊബൈലുണ്ടായിരുന്നത് കൊണ്ട് മൊബൈൽ കിട്ടാണ്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. എടുത്തിട്ട് പോയത് ഒരു ബംഗാളിയായിരുന്നു. മൊബൈൽ എടുത്തിട്ട് പോയി ഒരു രാത്രിയും 2 പകലും ഞങ്ങൾ ഈ മൊബൈലിന് വേണ്ടി നടന്നു. അന്നേ ദിവസം പ്രധാനമന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിൽ വരുന്നത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അതിൻ്റെ പുറകെ ആയിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പം അവർ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കും മൊബൈൽ കിട്ടാൻ. എൻ്റെ ഹസ്ബൻഡിന് ഒരു 4 ദിവസം കഴിയുമ്പോൾ പോവേണ്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് എല്ലാവരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാവരും ഒക്കെ പ്രാർത്ഥനയായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ഇതേപോലെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതോടെ ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തി, എനിക്ക് മതിയായി, എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്നെ വന്നുകൊണ്ടിരിക്കണം, എനിക്ക് മതിയായി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തില്ല, നീ ഇങ്ങനെ പറയാൻ കൊള്ളാവോ, നീ എണീറ്റ് പോയെന്ന് എന്നോട് പറഞ്ഞു, പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ നമുക്ക് പോകാം, പോയി അന്വേഷിക്കാം. അതിന് മുന്നേ ഹസ്ബൻഡും ഞാനും കസിൻസ് എല്ലാവരും കൂടി ഒരു 4 കമ്പനികളിൽ ചെന്നു. അതായത് ഈ മൊബൈൽ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് ഒരു 4 കമ്പനികളുണ്ടായിരുന്നു. ഈ ബംഗാളികൾ വർക്ക് ചെയ്യുന്ന 4 കമ്പനികളുണ്ടായിരുന്നു. ഏകദേശം 400ഓളം ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഈ 400 പേരെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിലൊന്നും ആളുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു സീവാളിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെയും കുറച്ച് ബംഗാളികൾ വർക്ക് ചെയ്യേണ്ടെന്ന് അറിഞ്ഞു. അങ്ങോട്ടേക്കാണ് ഞാനും ഹസ്ബൻഡും കൂടി പിറ്റേ ദിവസമായപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും കിട്ടും എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ പോയി. ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. 1 മണിയായിരുന്നു ആ സമയം. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നീ വരണ്ട, ഈ ബംഗാളികളുടെ ഇടയിലേക്കൊന്നും നീ വരണ്ട, നീ അവിടെ തന്നെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അച്ഛനെപ്പോഴും ഇങ്ങനെ പറയണേക്കാലോ, ഉടമ്പടി എടുത്ത ആൾക്കാരുടെ കൂടെ മാതാവ് വരും, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ കാശുരൂപം എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ 1 മണിക്ക് മഴ പെയ്തു. അത് 2 മണിയായപ്പോൾ മഴ തോർന്നു, നല്ല വെയിലായി. ഞങ്ങൾ പോയി ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും പുറകിലിരുന്ന് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അമ്മച്ചിമാരൊക്കെ വീട്ടുകാരെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സീവാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ വാ, 6 മണിയാകുമ്പോഴത്തേക്കും ഈ വർക്കിന് പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും തിരിച്ച് അവരുടെ വരും, സൈറ്റിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് തിരിച്ച് വരാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് 4 ദിവസം കഴിയുമ്പോൾ പോകണം, ഞങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചു ഇറങ്ങുന്നതിന് മുമ്പേ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ആളുടെ മുഖം മറന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ തൈലെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞ് ഓർമ്മ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ 2-2:30 മണിയായി. 2:30 മണിയായപ്പോഴത്തേക്കും ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ആളതൊന്നും ശ്രദ്ധിക്കണില്ല. പക്ഷേ എനിക്കപ്പോൾ ഉറപ്പായി പോയ സംഭവം കിട്ടാൻ സമയമായി എന്ന് എനിക്ക് ഉറപ്പായി. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓർമ്മയില്ല എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയുടെ 2 വീലറിൻ്റെ മിററിൽ കൂടി ഒരു മുഖം കണ്ടപ്പോൾ ഹസ്ബൻഡ് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതാണോ ആളെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു 2:30-3 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ. ഒരു ബജിക്കടയിൽ ആ സമയത്തേക്കാണ് ഒരു ബജിക്കടക്കാരൻ പണിയെടുക്കുന്ന സമയം. ആ 1 മണിക്ക് ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കട തുറക്കില്ലായിരുന്നു, ഞങ്ങൾ കാണില്ലായിരുന്നു. ആ മഴ വന്നത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മഴ വരുത്തി തന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയ ഒന്നും തന്നെ കാണാൻ പറ്റില്ലായിരുന്നു. ഈ പയ്യൻ അവിടെ ഇരുന്ന് ബജിക്ക് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയം, ഇതാണോ പയ്യനെന്ന്. കാര്യം അറിയാതെ നമ്മൾ ഒരാളെ പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാകുമല്ലോ. അങ്ങനെ ഈ മൊബൈൽ നഷ്ടപ്പെടുന്ന സമയത്ത് 3 പേരോളം ആ സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ഒരു കസിനായിരുന്നു. കസിനെ വിളിച്ചപ്പോൾ കസിൻ ആ സമയത്ത് ആ സ്ഥലത്ത് വരാൻ ഒരു സാഹചര്യമില്ല. പിന്നെ വേറൊരു പയ്യനായിരുന്നു. അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ വിളിക്കാനോ ഒന്നും മൊബൈലില്ല. ഹസ്ബൻഡിൻ്റെ മൊബൈലിലായിരുന്നു ആ പയ്യൻ്റെ നമ്പർ. ഞാൻ വേഗം തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒന്ന് ആ പയ്യനൊന്നും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ആ സ്പോട്ടിൽ ആ ചെറുക്കൻ അവിടെ എത്തി. അതെങ്ങനെ വന്നു എന്നെനിക്കറിയില്ല. യു ടേൺ എടുത്ത് ആ പയ്യൻ ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് വന്നു.
വന്നു. ആ പയ്യനെ വിളിച്ചു, ഒന്ന് പോയി ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് തന്നെയാണ് മൊബൈൽ എടുത്ത പയ്യനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസുകാർ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും ഈ പയ്യൻ പറയുന്നത് മൊബൈൽ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പുറത്തിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്തയൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട്, മൊബൈൽ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. മൊബൈൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് മൊബൈൽ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ പോയി ഇട്ട് വരാമെന്ന് പറഞ്ഞ് 2 പോലീസുകാരുടെ ഹെൽപ്പിൽ ഇവർ 3 പേരും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് അതിന് മുന്നേ ഈ മൊബൈൽ പോയിന്ന് എൻ്റെ അടുത്ത് അതിന് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചെയ്തത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മൊബൈലിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പം എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ മൊബൈൽ ഇരിക്കുന്ന എവിടെയാണെങ്കിലും അമ്മ അവിടെ ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം മൊബൈൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടത് ഈ ബംഗാളി എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ വീട്ടിൽ വാതിൽ തുറന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ വാതിൽ തുറന്നപ്പോൾ ഞാൻ നേരെ കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണെന്നാണ് പറഞ്ഞത്. കൃപാസന മാതാവ് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിന് കാവൽ നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക്. ഹസ്ബൻഡ് തുറന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കെന്തോ പോലെ തോന്നിപ്പോയി, പെട്ടെന്ന് മാതാവ് അവിടെ ഇരിക്കണ പോലെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ മൊബൈൽ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു. 4 മാസത്തോളം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാതാവിൻ്റെ അടുത്ത് എല്ലാ മാസവും വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇൻക്രിമെൻറ്റ്, ഞങ്ങൾക്ക് മാത്രം ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്നിട്ട് മാത്രം നോക്കാതെ അങ്ങോട്ട് മാത്രം നോക്കിയിരിക്കണം എന്താണെന്ന് എപ്പോഴും ഞാൻ മാതാവിനോട്ട് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ഈ മാസം തന്നെ 5-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണോട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. വീട്ടിൽ ചെന്നു. എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു. പ്രാർത്ഥനയുടെ കാര്യത്തിൽ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുമ്പസാരം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 3 വർഷമായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഞാൻ ഇതുപോലെ കുമ്പസാരിക്കാൻ എനിക്ക് പെട്ടെന്ന്, ഞാൻ എല്ലാ ദിവസവും ചെല്ലും, പക്ഷേ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാറില്ല. ഞാൻ കുമ്പസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ 5:30 മണിക്ക് എണീറ്റപ്പോൾ മാതാവിനോട് ഞാൻ ഭയങ്കര നിഷ്കളങ്കതയോടെ പറഞ്ഞു മാതാവ് ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞ് മാതാവിനെ ബുദ്ധിമുട്ടിക്കില്ല. മാതാവ് എന്താണെങ്കിലും എനിക്ക് ഈ വിഷമം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സഹിക്കാനുള്ള ഒരു ശക്തി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 5:30 മണിക്കായിരുന്നു ഞാനിത് പ്രാർത്ഥിച്ച് എഴുന്നേറ്റത്. 10 മണിയായപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വന്നു, സാലറി ഇൻക്രിമെൻ്റ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇത്രയും കുറേ ഞാൻ മാതാവിൻ്റെ അടുത്ത് അമ്മ എനിക്കിത് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാതാവ് എനിക്ക് കുറേ നീട്ടി. പക്ഷേ നിഷ്കളങ്കതയോടെ ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ഇനി അമ്മനെ ചോദിക്കണില്ല, അമ്മ എനിക്കിത് സഹിക്കാനുള്ള ശക്തി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് സാധിച്ചു തന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ 3ാമത് എൻ്റെ ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ചെറിയൊരു കുരു വന്നപ്പോൾ മൂക്കിലും കണ്ണിലും, മൂക്കിനകത്താണ് കുരു വന്നത്, പക്ഷേ കണ്ണിലും ഇവിടെയൊക്കെയായി നീര്, കംപ്ലീറ്റ് ഇത്രയും സ്ഥലത്ത് നീരായിട്ട് ആൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഇരിക്കുമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയൊന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടി നിർത്തിട്ടില്ലായിരുന്നു. ആരോ വഴി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയൊന്നും എടുക്കാതെ എപ്പോഴോ എൻ്റെ കയ്യിൽ കിട്ടിയൊരു തൈലമായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുണ്ടെങ്കിലും ഒന്ന് തൂത്ത് പ്രാർത്ഥിക്കട്ടാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അത് ചെയ്തെങ്കിലും അങ്ങനെ കൃപാസനം എന്താണെന്നോ ഒന്നും നമുക്കത്ര വ്യക്തമായ ധാരണയില്ലായിരുന്ന സമയത്തായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുക, അച്ഛൻ്റെ ടോക്കൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആരോടും പറയാൻ ഹസ്ബൻഡ് പറഞ്ഞു ആരോടും പറയണ്ട, വീട്ടിലൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലായി എന്തോ വലിയ സംഭവമാണെന്ന്. ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും നമുക്ക് പേടിപ്പെടുത്തേണ്ട രീതിയിലായിരുന്നു ആളുടെ രൂപം ഇരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൂരെയുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ രോഗമുള്ള സ്ഥലം നമ്മുടെ ശരീരമായി കണ്ട് നമ്മളത് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും കൃപാസന മാതാവിൻ്റെ ഫോട്ടോയോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. മൊബൈലിനകത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കൊന്ത ജോലി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തിരി തന്നെ വെച്ച് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇവിടുത്തെ പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല, എന്നാലും രാവിലെ ആകുമ്പോൾ അത് പൊട്ടിയിരിക്കണേന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണുണ്ട്. അപ്പോൾ എൻ്റെ മോനും എൻ്റെ കൂടെ എന്താ അമ്മ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പപ്പക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. കരഞ്ഞ് തന്നെ അവനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു മുക്കിന്ന് എന്തോ പൊട്ടിയിട്ട് ഒലിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതും സുഖപ്പെട്ടു. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എപ്പോഴും പനിയായിരിക്കും. ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ തേൻ ഉപ്പൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് തന്നെ ഡെയിലി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ അവർക്ക് കൊടുക്കും. അങ്ങനെ അവർക്കും സുഖം പ്രാപിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന ഈശോ വഴി, മാതാവ് വഴി തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടത് അമീഷ രാജീവ് കൊച്ചിയിൽ നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വളരെയധികം സ്പർശിക്കുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ട ഒന്നായിരുന്നു. രാവിലെ 5:30 പ്രാർത്ഥിച്ച് 10:30 ആയപ്പോഴത്തേനെ അറിയിപ്പ് കിട്ടി. ഈ പറഞ്ഞതുപോലെ ഈ ഹസ്ബൻഡിൻ്റെ സാലറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻക്രിമെൻറ്റ് നേടുവാൻ സാധിച്ചുവെന്ന്. ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കുറേ നാളായിട്ട് ഇൻക്രിമെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ച് ഇൻക്രിമെൻറ്റ് കിട്ടാതിരിക്കുകയായിരുന്നു. കൂടെയുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും കിട്ടി, ഹസ്ബൻഡിന് മാത്രം കിട്ടാത്തൊരു 18ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും സാലറി കിട്ടിപ്പോയി. എൻ്റെ ഹസ്ബൻഡ് ഒരാൾ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ഫുഡ് പോലും കഴിക്കാണ്ടായിരുന്നു ഹസ്ബൻഡ്. ഇതിനു വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തതെന്നാണ് മെയിനായിട്ട് ഉടമ്പടി എടുക്കുന്ന കാര്യം. ഇതിനു വേണ്ടിയാണ് എല്ലാ ആൾക്കാരും കൂടെ ഇവിടെ നാട്ടിൽ നിന്ന് പോയ എല്ലാ ആൾക്കാർക്കും ഹൈ ഇൻക്രിമെൻറ്റോട് കൂടി അവർ പോസ്റ്റ് ചെയ്തപ്പം 1 വർഷത്തോളം എൻ്റെ ഹസ്ബൻഡ് പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ച് കിട്ടുന്നില്ലെന്ന് തോന്നി. അവസാനം ശാഠ്യത്തോടു കൂടി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. ശാഠ്യത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പം പറഞ്ഞ കാര്യം വളരെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, കൃപാസമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിക്കണം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന കേട്ടു ശാഠ്യത്തോടു കൂടി, ആത്മവിശ്വാസത്തോടുകൂടി കൃപാസന അമ്മയുടെയും ഉടമ്പടി പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ നമ്മളുടെ തൈലത്തിൻ്റെയൊക്കെ വെച്ചുള്ള പ്രാർത്ഥന വഴി വളരെ നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ 10:30-ക്കുള്ളിൽ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വരികയാണ്, ഇൻക്രിമെൻറ്റ് കിട്ടി, ഞങ്ങൾക്ക് കൂടുതൽ പൈസ ലഭിച്ചു എന്ന്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും സഹോദരി പറഞ്ഞു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞു, പക്ഷേ ഉടമ്പടിക്ക് തുല്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ആ സമയത്ത് മൊബൈലിലൊക്കെ ഇരുന്ന് നമ്മളുടെ കൃപാസന ഓൺലൈൻ പ്രാർത്ഥനകൾ കണ്ടുകൊണ്ടിരുന്നു, അനുഭവ സാക്ഷികൾ കണ്ടുകൊണ്ടിരുന്നു. ആ കൃപാസന അമ്മയുടെ രൂപം സ്ക്രീൻഷോട്ട് എടുത്ത് ഹസ്ബൻഡ് അയച്ചു കൊടുത്ത് മകളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ആ ഒരു സന്ദർഭം ഓർത്തുകൊണ്ട് ആരുടെയെങ്കിലും ശരീരത്തോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതേ അനുഭവം തന്നെ കിട്ടും, രോഗശാന്തി കിട്ടും എന്നുള്ള ഒരു ഉറപ്പിന്മേലിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം അത് പൊട്ടി എല്ലാം മാറി. അപ്പോഴേ പങ്കുവെച്ചപ്പം പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, അവിടെയുള്ള അധികാരികൾ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ അധികാരികൾ പറഞ്ഞിരുന്നു, ഇനി എപ്പോഴും ആശുപത്രി പോകുവാനായിട്ട് പറ്റത്തില്ല, കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, അത് കാരണം ചിലപ്പം ജോലി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതെല്ലാം ആ ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൽ നിന്നുള്ള വിടുതലും മോചനവും ലഭിക്കുന്ന രീതിയിൽ ഓൺലൈൻ ശുശ്രൂഷ കണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൃപാസന അമ്മയുടെ രൂപം നോക്കി പ്രാർത്ഥന ഫലമായിട്ട് ലഭിച്ചു എന്നുള്ള വലിയൊരു അനുഭവ സാക്ഷ്യമാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു, വലിയൊരു അനുഭവമായിട്ട് പറഞ്ഞാണ് മൊബൈൽ നഷ്ടപ്പെട്ട കാര്യം. മൊബൈലൊക്കെ നമ്മളുടെയൊക്കെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ കേട്ടത് എന്തായിരുന്നു, മൊബൈലിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലായിരുന്നു എയർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. 5 ദിവസം കൂടെ ഉള്ളൂ തിരിച്ച് പുറത്തേക്ക് പോകുവാൻ, വിദേശത്ത് പോകുവാൻ. അതിനിടയിലാണ് വിലപ്പെട്ട ഈ മൊബൈൽ നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ബാങ്ക് ഡീറ്റെയിൽസ് മറ്റുള്ള എല്ലാം കളഞ്ഞു പോകുവാനായിട്ട് സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയാണ്. ആ ദിവസത്തോടനുബന്ധിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മുല്ലപ്പൂവിൻ്റെ മണം കേൾക്കുവാൻ അത് ഉണ്ടാകുവാനായിട്ടിടയായി. അന്ന് ഞങ്ങൾ തേടി രാവിലെ പുറപ്പെടുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ആ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ
ഉണ്ടായിരിക്കണം. കൃപാസന അമ്മയുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു. അവിടെ ഈ എടുത്ത സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൃപാസന അമ്മയുടെ രൂപം മുഖാമുഖം കാണുന്ന രീതിയിലുള്ള ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതെല്ലാം 5 ദിവസത്തിനുള്ളിൽ നടന്ന സമയത്തിൻ്റെ അതീതമായിട്ടുള്ള 2 ദിവസത്തിനുള്ളിൽ, 5 ദിവസമല്ല 2 ദിവസത്തിനുള്ളിൽ നടന്ന കൃപാസന അമ്മയുടെ സമയത്തിന് അതീതമായിട്ടുള്ള സമയബന്ധിത ഇടപെടലിൻ്റെ വലിയ സാക്ഷ്യമാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിന് ആരാധന സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ മകളെ പ്രതി നമുക്ക് നന്ദി അർപ്പിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശുവേ